മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെയും എൻഡിഎയും വെട്ടിലാക്കി സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തൽ പുതിയ ചർച്ചയാവുകയാണ്. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്ന് കൂടുമാറിയ രവീന്ദ്ര വൈഗാർ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു പരാമർശമാണ് മുന്നണിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. മറ്റു പാർട്ടികളിലേക്ക് കൂടുമാറിയില്ലെങ്കിൽ ജയിലിലേക്ക് പോകേണ്ടി വരുമായിരുന്നുവെന്നായിരുന്നു അദ്ദേഹം ഒരു മറാഠി മാധ്യമത്തോട് പ്രതികരിച്ചത്. മുംബൈ നോർത്ത് വെസ്റ്റ് സീറ്റിൽ എൻഡിഎ സ്ഥാനാർത്ഥിയാണ് വൈഗാർ. മഹാരാഷ്ട്ര ടൈംസിന് കഴിഞ്ഞ വ്യാഴാഴ്ച നൽകിയ അഭിമുഖത്തിലായിരുന്നു വിവാദമായ ഈ വെളിപ്പെടുത്തൽ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അതായത്, ഒരു കേസിൽ വ്യാജമായി പ്രതി ചേർക്കപ്പെട്ട ശേഷം രണ്ടു കാര്യങ്ങൾ മാത്രമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഒന്നുകിൽ ജയിലിൽ പോവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളിൽ ചേരുക. വലിയ ഹൃദയവേദനയോടെയാണ് ഞാൻ പാർട്ടി വിട്ടത്. എന്റെ ഭാര്യയുടെ പേര് പോലും കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതോടെ മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അത്. കഴിഞ്ഞ വർഷം രവീന്ദ്ര വൈഗാറിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു. ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കേസ്. ഹോട്ടൽ നിർമ്മാണത്തിൽ 500 കോടി രൂപയുടെ അഴിമതി നടന്നെന്നാണ് ആരോപണമുള്ളത്. അഭിമുഖം വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി വൈഗാർ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ചെയ്തു. തന്റെ പരാമർശങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇഡി നോട്ടീസ് ലഭിച്ച ശേഷം ഉദ്ധവ് താക്കറെയെ കാണണമെന്ന് താൻ ഇടയ്ക്കിടെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയണമെന്നും ഉദ്ധവിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കേസ് സ്വയം നേരിട്ടോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നെ മനസ്സിലാക്കുന്ന ശിവസേനയിൽ ഞാൻ ചേർന്നത് എന്നാണ് രവീന്ദ്ര വൈഗാർ വിശദീകരിച്ചത്. കേസിന്റെ സമയത്ത് ഉദ്ധവ് തനിക്കൊപ്പം നിൽക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അത്തരമൊരു നടപടി ഉണ്ടായില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി ചർച്ച നടന്നത്. അദ്ദേഹം തന്നെ കേൾക്കുകയും ചെയ്തെന്നും വൈഗാർ കൂട്ടിച്ചേർത്തു. ഉദ്ധവ് താക്കറെയുടെ അടുത്തയാളായിരുന്ന രവീന്ദ്ര വൈഗാർ നിലവിൽ ജോഗേശ്വരി ഈസ്റ്റിൽ നിന്നുള്ള MLA ആണ്. 2022 ജൂണിൽ ശിവസേനയിലുണ്ടായ പിളർപ്പിലാണ് വൈഗാർ ഷിൻഡെക്കൊപ്പം ചേർന്നത്. അന്ന് ഉദ്ധവ് പക്ഷത്തിൽ നിന്നും കൂറുമാറിയ 15 MLA-മാരിൽ ഒരാളാണ് അദ്ദേഹം. ഇത്തവണ മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ മണ്ഡലത്തിൽ ഷിൻഡെ സേനയുടെ സ്ഥാനാർത്ഥിയാണ്. അതേസമയം വൈഗാറിനെതിരെ അയോഗ്യതാ നോട്ടീസ് പുറത്തിറക്കിയിരിക്കുകയാണ് സേന ഉദ്ധവ് പക്ഷം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമവിരുദ്ധമായാണ് മത്സരിക്കുന്നതെന്നാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സീറ്റ് എണ്ണം കൊണ്ട് UP കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 48 സീറ്റിലേക്ക് നടക്കുന്ന പോരാട്ടം NDAയും ഇന്ത്യയും ഒരുപോലെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. മഹാരാഷ്ട്ര സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ശിവസേനയെയും NCPയെയും പിളർത്തിയ BJP ഓപ്പറേഷനിലെ അതൃപ്തിയുമെല്ലാം തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്, NCP, സേന ഉദ്ധവ് താക്കറെ പക്ഷം ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം. മറുവശത്ത് മഹാരാഷ്ട്രയിൽ നിന്ന് പരമാവധി സീറ്റ് ഉറപ്പിച്ച് ഭൂരിപക്ഷം സേഫാക്കുകയാണ് NDA ലക്ഷ്യമിടുന്നത്. നിരവധി സിറ്റിംഗ് MPമാർക്കും മുതിർന്ന നേതാക്കൾക്കും സീറ്റ് നിഷേധിച്ച് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് കൂടുതൽ സീറ്റ് നൽകിയതിൽ BJPയിൽ അതൃപ്തി പുകയുന്നുണ്ട്. എന്നാൽ ബാൽ താക്കറെയുടെ കുടുംബ പാരമ്പര്യം ഉദ്ധവിനൊപ്പമുണ്ടെങ്കിലും പ്രവർത്തകർ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന പാർട്ടി ചിഹ്നം കൂടെയില്ലെന്നത് തിരിച്ചടിയാകുമോ എന്ന ഭയം മഹാവികാസ് അഘാടി സഖ്യത്തിനുമുണ്ട്.